ഞാൻ ഡോക്ടർ അജീഷ. നമ്മുടെ ലാസ മീഡിയയിൽ ഇന്ന് അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ സാർ, NRIP ചെറുതുരുത്തിയിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. ഡോക്ടർ സജീവ് ജീവനം ആയുർവേദ നഴ്സിംഗ് ഹോം MD ആണ്, മാനേജിംഗ് ഡയറക്ടറാണ്. ഡോക്ടർ രേഷ്മ ജീവനം ചികിത്സാ കേന്ദ്രം ഷൊർണൂർ, നമ്മുടെ വാവനൂരുള്ള എൻ്റെ ബ്രാഞ്ചാണ്, അവിടുത്തെ ഇൻചാർജാണ്. യോഗ, അതുപോലെ പ്രസവരക്ഷ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. ആയുർവേദ ചികിത്സാ രീതി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ആള് നമ്മുടെ അടുത്ത് വരുമ്പോൾ അതെങ്ങനെയാണ് സാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക? ഇപ്പോൾ അവർക്ക് വാദം, പിത്തം, കഫം അങ്ങനെയെല്ലാം പലതും കേട്ടിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. പിന്നെ ഓൾറെഡി കുറേ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം അവർ അലോപ്പതിയിലും എല്ലാം പരീക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളെ നമ്മൾ ആയുർവേദത്തിലോട്ട് എങ്ങനെയാണ് കൊണ്ടുവരാൻ നോക്കേണ്ടത്? രോഗം എന്താണെന്നും രോഗത്തിന് കാരണം എന്താണെന്നും അതിനുള്ള പ്രതിവിധി എന്താണെന്നും ആയുർവേദ ശാസ്ത്രത്തിൽ പ്രത്യേകം നിഷ്കർഷിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ ചികിത്സയ്ക്ക് സമീപിക്കുന്ന രോഗിയുടെ രോഗത്തിന് പല അവസ്ഥയുണ്ട്. അപ്പോൾ രോഗിയുടെ പൂർവ്വചരിത്രം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ പല സ്ഥലത്തും ചികിത്സിച്ചിട്ടാണെങ്കിലും അവർ ചികിത്സിച്ചും ഇപ്പോൾ ആ രോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. ആയുർവേദ ചികിത്സ പലപ്പോഴും അവസ്ഥാനുസൃതമാണ്. എന്ന് വെച്ചാൽ ആമാനുബന്ധം എന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ പറയും. പിന്നെ അതുള്ളതും ഈ ആമം ഇല്ലാത്ത അവസ്ഥയിലും നിരാമാവസ്ഥയിലുള്ള രോഗികളും നമ്മളെ സമീപിക്കും. അപ്പോൾ ആമാവസ്ഥയിലുള്ള ഏത് രോഗമാണെങ്കിലും അതിന് ആയുർവേദ ശാസ്ത്രത്തിൽ ലംഘനം എന്ന് പറയുന്ന ചികിത്സ രൂക്ഷണം ചെയ്യേണ്ടതാണ്. ഈ ലംഘന രൂക്ഷണങ്ങൾ ചെയ്ത് രോഗിയുടെ ആമത്തെ നിർഹരിച്ചതിന് ശേഷം നമ്മൾ ആ രോഗത്തിന് ചികിത്സിക്കണം. നേരെ മറിച്ച് ഒരു രോഗി ആമ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് വന്നു വെച്ചാൽ നമുക്ക് നേരിട്ട് തന്നെ ആയുർവേദ ചികിത്സകൾ ചെയ്യാവുന്നതാണ്. അത് ചികിത്സ എന്താണെന്ന് ഇങ്ങനെ ബ്രോഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഔഷധം, ആഹാരം എല്ലാം ആഹാരവും വ്യവഹാരവും ഒക്കെ നോക്കിയിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യവും പ്രയോജനവും നമ്മൾ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. സാധാരണഗതിയിൽ പാർശ്വഫലങ്ങൾ വളരെ തീരെ കുറവായിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ആയുർവേദ ചികിത്സ. പാർശ്വഫലങ്ങൾ ചിലപ്പോൾ പലതും ഭയാനകമായിരിക്കും. അപ്പോൾ പാർശ്വഫലങ്ങൾ കൂടുതലില്ലാത്തൊരു ചികിത്സാ പദ്ധതി എന്ന നിലയിൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകം പരാമർശിക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലാവരും ആയുർവേദത്തിന് ധാരാളം പാർശ്വഫലങ്ങളുണ്ട്, പാർശ്വഫലങ്ങൾ ധാരാളം കിഡ്നി ഡിസീസസ് കുറേ ആയുർവേദ മരുന്നുകൾ കഴിച്ചതിനാലാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആയുർവേദത്തിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഇപ്പോൾ ധാരാളം പ്രചരണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ സാറിൻ്റെ പ്രവൃത്തി പരിചയത്തിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അത് സത്യമാണോ അതോ അതിലെന്തെങ്കിലും വാസ്തവത ഉണ്ടോ? ആയുർവേദ ഔഷധങ്ങളുടെ പാർശ്വഫലത്തെക്കുറിച്ചുള്ള പ്രചാരണം ഒരു കുപ്രചരണം മാത്രമാണ്. ശരിയായ വിധം വേണ്ട വിധത്തിൽ ശോധന ചെയ്ത് ശുദ്ധി ചെയ്തിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് ആ ഒരു യോഗത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഔഷധങ്ങളും ചേർത്ത് വിധിയവണ്ണം അതിൻ്റെ യഥാർത്ഥ പാകത്തിലും ഉണ്ടാക്കിയ ഔഷധങ്ങൾക്ക് യാതൊരു പാർശ്വഫലവും ഇല്ല. പിന്നെ ലോഹധാതുക്കൾ ചേർത്തുള്ള ഭസ്മങ്ങൾ തുടങ്ങിയവയ്ക്ക് അതിൻ്റെ ശുദ്ധി, മാരണം മുതലായ കൃത്യങ്ങൾ ശരിയായി ചെയ്യാത്തത് കൊണ്ട് മാത്രമുള്ളതാണ്. വേണ്ട വിധം ശുദ്ധി ചെയ്തിട്ടുള്ള ഔഷധം കൊണ്ടുണ്ടാക്കുന്ന ഔഷധക്കൂട്ടുകൾക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല. ഈ ശാസ്ത്രം 5000 വർഷം തൊട്ട് പ്രചാരണത്തിലുള്ളതാണ്. അന്നൊന്നും ഇല്ലാത്തൊരു പ്രചാരണം ഇന്ന് ഉണ്ടായതിൻ്റെ കാരണങ്ങൾ സമൂഹം ചിന്തിക്കേണ്ടതാണ്. 40 വർഷത്തിലധികമായി ഞാൻ ആയുർവേദ ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയും ഒരു പാർശ്വഫലങ്ങളും ഉണ്ടായതായി കണ്ടിട്ടില്ല. ദിനംതോറും നിരവധി രോഗികൾ വരുന്ന പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം, ചെറുതുരുത്തിയിലെ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രത്തിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. ദിവസവും 400 വരെ രോഗികൾ അവിടെ OPയിൽ വരുന്നുണ്ട്. ഈ രോഗികളുടെ എല്ലാം പാർശ്വഫലങ്ങൾ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി ഫാർമക്കോവിജിലൻസ് എന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്തിരുന്ന കാലം അത്രയും
അവിടുത്തെ ഫാർമക്കോ വിജിലൻസിൻ്റെ നേതൃത്വം എനിക്കായിരുന്നു. പിന്നെ പലപ്പോഴും പല പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നത് രോഗികൾക്ക് കൊടുത്ത നിർദ്ദേശം രോഗികൾ പാലിക്കാത്തതിനാലും ഔഷധങ്ങളുടെ ശുദ്ധിക്കുറവുള്ളതിപ്പോഴും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി ജടാമയാതി എന്ന് പറഞ്ഞൊരു ലേപം പുരട്ടുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു പാർശ്വഫലവും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷെ ചില രോഗികൾക്ക് അതിൽ ചുവപ്പും തടിപ്പും അലർജി ഉണ്ടാവാൻ കാണുന്നുണ്ട്. മിക്കവാറും ഇതിന് കാരണം ഇതിൽ ചേർക്കേണ്ട ഒരു ഘടകമായ ചന്ദനം വേണ്ടത്ര അളവിൽ ചേർക്കായികയോ തീരെ ചേർക്കായികയോ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ പല ഔഷധങ്ങൾക്കും പഥ്യം ശരിക്ക് പാലിക്കാൻ ഗുഗ്ഗുലു ചേർന്ന ഔഷധങ്ങൾ സേവിക്കുമ്പോൾ മത്സ്യം തുടങ്ങി തൈര് തുടങ്ങിയവയൊന്നും കഴിക്കരുത് നമ്മൾ പറയാറുണ്ട്. അത് അറിയാതെ രോഗി കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടായെന്ന് വരാം. നിർബന്ധമായും പാർശ്വഫലം ഉണ്ടാവണമെന്നില്ല, എന്നാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈദ്യനിർദ്ദേശം കർശനമായി രോഗി പാലിക്കണം. എന്നാൽ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. അതുകൊണ്ട് പലരും അത് പാലിക്കാത്തപ്പോഴാണ് ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത്. സാർ, അതുപോലെ തന്നെ ഈ അരിഷ്ടം ആസവങ്ങൾക്കെല്ലാം ലിവറിന് ലിവർ ഫെയിലിയർ ഉണ്ടാകുന്ന കുറേ പ്രചരണങ്ങൾ വരുന്നുണ്ട്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? അതിലും വാസ്തവം കുറവാണ്. കാരണം അരിഷ്ടം മാസം ഇവയ്ക്ക് പ്രത്യേക ഡോസ് പറയുന്നുണ്ട്. ആ ഡോസ് അനുസരിച്ച് മാത്രമേ ഔഷധം ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമത് അരിഷ്ടമാസം തുടങ്ങിയവ വെറും വയറ്റിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആഹാരത്തിന് ശേഷമാണ് ഉപയോഗിക്കാൻ വിധിയുള്ളൂ. പിന്നീട് പ്രമേഹ രോഗികൾ തുടങ്ങിയ ആൾക്കാർക്ക് ആസവങ്ങൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലോഹാസവം, അയസ്കൃതി തുടങ്ങിയ അരിഷ്ടങ്ങൾ കൊടുക്കാവുന്നതാണ്. അതും നിശ്ചിത കാലം നിശ്ചിത സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആയുർവേദ മരുന്നുകൾക്ക് ധാരാളം പഥ്യമുണ്ട്. ആ പഥ്യം കാരണം അത് പഥ്യം പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും ആയുർവേദ മരുന്ന് ചൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിനെ ആയുർവേദത്തിലേക്ക് വരാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയുർവേദ മരുന്നുകൾക്ക് അങ്ങനെ പഥ്യമുണ്ടോ? പല രോഗങ്ങളും ഉണ്ടാവുന്നത് അപഥ്യ ആഹാര വിഹാരം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചികിത്സയെ നിർദ്ദേശിക്കുന്ന പഥ്യം പലപ്പോഴും മരുന്നിനുള്ളതല്ല, രോഗത്തിനുള്ളതാണ്. ആ പ്രത്യേക അവസ്ഥയിൽ പ്രത്യേക ആഹാരം ഉപയോഗിച്ചാൽ രോഗത്തിൻ്റെ കാഠിന്യം കൂടാനും അത് മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ത്വക്ക് വികാരങ്ങൾ, സ്കിൻ ഡിസീസസ്, മത്സ്യം, തൈര് തുടങ്ങിയ അഭിഷന്ധി സ്വഭാവമുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും അസുഖം കൂടും. അത് മരുന്ന് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ ഈ ചികിത്സയിൽ പഥ്യാഹാരം ഒരു ഭാഗമാണ്. അത് അവശ്യം പാലിക്കേണ്ടതുമാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ. പനി ഉള്ളപ്പോൾ പാലൊന്നും വയറ് നിറച്ചാരും കുടിക്കാറില്ല, ലഘുവായ ആഹാരങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം ആ രോഗ സ്വഭാവത്തിൻ്റെ അവസ്ഥയിൽ പാല് എന്നുള്ള നമ്മുടെ പാനീയം കുടിക്കാൻ പറ്റുള്ളതല്ല. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില മരുന്നുകൾക്ക് ഗുഗ്ഗുലു തുടങ്ങിയവ വേണ്ട വിധം ശുദ്ധി ചെയ്യാഞ്ഞാലും അതിനോട് കൂടെ മത്സ്യം തുടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തീർച്ചയായും പാർശ്വവികാരം ഉണ്ടാവുന്നതാണ്, പാർശ്വഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിന് തക്കതായ നിർദ്ദേശം വൈദ്യൻ കൊടുക്കേണ്ടതാണ്. എന്ന് വെച്ച് എല്ലാ മരുന്നുകൾക്കും പഥ്യം അങ്ങനെയില്ല. പഥ്യം എന്നാൽ അർത്ഥം തന്നെ ഹിതമായതെന്നുള്ളതാണ്. രോഗത്തിനും രോഗിക്കും രോഗശമനത്തിനും ഹിതമായിട്ടുള്ളത് എന്താണോ അതാണ് പഥ്യം. സാർ, അതുപോലെ തന്നെ അലോപ്പതി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശമനം കിട്ടുമെന്നും ആയുർവേദം എന്ന് പറഞ്ഞാൽ കുറേ കാലം നീണ്ടു നിൽക്കുന്നതാണെന്നും ഒരു ആശ്വാസം കിട്ടാൻ കുറേ സമയമെടുക്കുന്നതാണ് പൊതുവെ ജനങ്ങൾക്കുള്ളൊരു ധാരണ. അതിൽ വല്ല സത്യമുണ്ടോ? അതോ ചില രോഗങ്ങൾക്കാണോ അങ്ങനെ, മറ്റു ചില രോഗങ്ങൾക്ക് അതിൻ്റെതായ കാലയളവ് വ്യത്യാസമുണ്ടോ? ചില രോഗങ്ങൾക്ക് ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതാണ്, ചില രോഗങ്ങൾക്ക് ആവശ്യവും ഇല്ല. ഇപ്പം ദീർഘകാല ചികിത്സ ആവശ്യമുള്ള രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഡിസീസസ്. ഇവയിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റുക തന്നെയാണ് അതിൻ്റെ പ്രധാന പ്രതിവിധി.
പിന്നെ സംഭവിച്ചിട്ടുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരമായ ചികിത്സയും ചെയ്താൽ ദീർഘകാലം ചികിത്സ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആഹാരം വിഹാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ക്രമപ്പെടുത്തുകയാണെങ്കിൽ ദീർഘകാലം ചികിത്സിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. എല്ലാ രോഗത്തിനും ദീർഘകാലം ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മെ കൂടുതൽ ആയുർവേദ ചികിത്സയ്ക്ക് സമീപിക്കുന്നത് മിക്കവാറും വാതരോഗങ്ങളാണ്. വാതരോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ദീർഘകാലം ചികിത്സിച്ചാലെങ്കിൽ ഒരു പ്രതിവിധിയുണ്ട്. മറ്റേ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ കാര്യം സംശയമാണ്. പിന്നെ ഏത് സിസ്റ്റത്തിൽ ചികിത്സിച്ചാലും വാതവികാരങ്ങൾക്ക് കുറച്ചു കാലം തുടർച്ചയായ ചികിത്സയും പഥ്യവും ആഹാര നിയന്ത്രണവും ഒക്കെ ആവശ്യമാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ എന്ത് ഫലപ്രദമായ ചികിത്സയാണ് നൽകാനാവുന്നത്? ചിട്ടയായ ആഹാര ക്രമീകരണം, ക്രമാനുഗതമായ വ്യായാമം ഇവ ശീലിക്കുകയും അത്യാവശ്യം വേണ്ട ഔഷധങ്ങൾ ശീലിക്കുകയും ചെയ്താൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. പിന്നെ ഇപ്പോൾ വ്യാപക പ്രചാരത്തിലും ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള യോഗ ചികിത്സയും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് രോഗത്തിൻ്റെ പെട്ടെന്നുള്ള ശാന്തിക്കും പിന്നീട് വരാതിരിക്കാനും വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജോലി സംബന്ധമായി കണ്ടുവരുന്ന കുറേ രോഗങ്ങളാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ലംബാർ സ്പോണ്ടിലോസിസ്, കൂടാതെ കൂടുതൽ ത്വക്ക് രോഗങ്ങൾക്കും ഇപ്പോൾ കൂടുതൽ തോത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്കൊന്നും അലോപ്പതി മരുന്നുകൾക്ക് ഒരു പൂർണ്ണമായ ഭേദം കിട്ടാൻ പ്രയോജനപ്പെടാൻ ഇല്ല. അപ്പോൾ ആയുർവേദം കൊണ്ട് അവർക്ക് ആ രോഗങ്ങൾക്ക് എന്ത് മുക്തിയാണ് നമുക്ക് നൽകാനാവുന്നത്? ഈ സോറിയാസിസ് തുടങ്ങിയ ത്വക്ക് രോഗകാരങ്ങളുടെ പ്രധാന കാരണം ആഹാരത്തിലുള്ള ചിട്ടയില്ലായ്മയാണ്. ആധുനികമായ കിട്ടുന്ന പല വിഭവങ്ങളിലും പ്രിസർവേറ്റീവ്സും മറ്റു പല കെമിക്കൽസും ചേർത്തുള്ളത് കൊണ്ട് അതിൻ്റേതായ പാർശ്വഫലം കൊണ്ട് ശരീരത്തിൽ പലതരത്തിലുള്ള ത്വക്ക് വികാരങ്ങൾ ഉണ്ടാവുന്നു. പണ്ടെങ്ങും ഇല്ലാത്ത രീതിയിൽ സോറിയാസിസ് രോഗം വ്യാപകമായി പ്രചാരത്തിലുണ്ട്. ഈ സോറിയാസിസ് രോഗത്തിന് വളരെ ഫലപ്രദമായ ചികിത്സ ആയുർവേദത്തിലുണ്ട്. ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ സോറിയാസിസിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ഈ പ്രോജക്റ്റിൽ ഉള്ള 80-90% രോഗികൾക്കും പരിപൂർണ മുക്തി കിട്ടി. പിന്നീട് തുടർച്ചയായ ഔഷധ സേവ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായി മാറാവുന്നതാണ്. അങ്ങനെ എത്രയോ രോഗികൾക്ക് സോറിയാസിസ് രോഗികൾക്ക് പല ആയുർവേദ വൈദ്യന്മാരും വിദഗ്ധമായ ചികിത്സ നൽകി വരുന്നു. അത്തരത്തിലുള്ള ഒരു ചികിത്സാ പദ്ധതി വളരെ ഫലപ്രദമായ രീതിയിൽ ഈ നെടുങ്ങോട്ടൂരുള്ള ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ചെയ്തു വരുന്നു. ഇന്നത്തെ ജീവിതശൈലി തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ സർവൈക്കൽ സ്പോണ്ടിലോസിസിനും ലംബാർ സ്പോണ്ടിലോസിസിനും എല്ലാം കാരണമായിട്ടുള്ളത്. കാരണം ഇവർ സെഡൻറ്ററി വർക്കാണ് ചെയ്യുന്നത്, ഒരേ പൊസിഷനിൽ കഴുത്ത് പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വ്യായാമം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതൊക്കെ തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ വേണ്ട രീതിയിൽ സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കാത്ത കാരണം വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനവും കുറവാകുന്നു, അസ്ഥികളുടെ ശക്തി കുറയുന്നു, അസ്ഥി ക്ഷയം സംഭവിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മൾ പിന്നെ അവരുടെ ജീവിത ശൈലി ഒന്ന് മോഡിഫൈ ചെയ്ത് പരിഷ്കരിച്ച് രോഗശമനത്തിന് ഹിതമാവുന്ന രീതിയിൽ ചെയ്യേണ്ടതാണ്. പിന്നീട് വന്ന വേദന മാറുന്നതിന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ പല രീതിയിലുള്ള ചികിത്സാക്രമങ്ങളും ഔഷധക്കൂട്ടുകളും പറയുന്നു. ഉചിതമായ ഔഷധപ്രയോഗം കൊണ്ട് സർവൈക്കൽ സ്പോണ്ടിലോസിസും ലംബാർ സ്പോണ്ടിലോസിസും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ഗർഭകാലത്തും പ്രസവാനന്തരവും ചികിത്സ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ടല്ലോ, അതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ നാട്ടില് പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസവം ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായി അവർക്ക് പരിചരണം കിട്ടിയിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ അണുകുടുംബങ്ങളാണ്, അതിനുള്ള സമയമില്ല അവർക്ക്. അപ്പോൾ അവരൊരു പ്രത്യേക പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഒരു ചികിത്സ എവിടെയാണ് കിട്ടുക അവിടെ പോയി ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യം. നമ്മൾ ചിലർ വീട്ടിൽ വന്നിട്ട് ചികിത്സിക്കുന്ന രീതിയുണ്ട്, പക്ഷെ അതും അത്ര ഫലപ്രദമായിക്കൊള്ളുന്നില്ല. കാരണം മരുന്നുകൾക്ക് ചിലപ്പോൾ അവരുപയോഗിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടാം. പക്ഷെ ഒരു സ്പെഷ്യലൈസ്ഡ് സെൻ്റർ ആകുമ്പോൾ അവിടെ എല്ലാം ഉണ്ടായിരിക്കും. അവർക്ക് ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് ആവശ്യമുള്ള ഭക്ഷണം, മരുന്നുകൾ,
പരിചരിക്കാനുള്ള ആൾക്കാർ, എന്തെങ്കിലും അസുഖങ്ങൾ കുട്ടിക്കോ അമ്മയ്ക്കോ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അവരെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളൊരു അവസരം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരമാണ് നമ്മൾ ജീവനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസവാനന്തര ചികിത്സ ഒരു സാധാരണക്കാരായ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും താങ്ങാവുന്നതാണോ സാമ്പത്തികമായിട്ട്? അപ്പോൾ പല സ്ഥാപനങ്ങളിലും വലിയ തുകയാണ് പറയുന്നത്, അതുകൊണ്ടാണ് പൊതുവെ പലരും അത് ചെയ്യാൻ മടിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്താണ് അവർക്ക് നൽകാൻ പോകുന്നത്? സാധാരണക്കാർക്ക് ഇത് അഫോർഡബിൾ ആവില്ല എന്നുള്ള ഒരു പരാതി പൊതുവെ ആയുർവേദത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തിക ശേഷിക്ക് ഉതകുന്ന രീതിയിലുള്ള പൈസ മാത്രമാണ് ഇവിടുന്ന് ഈടാക്കുന്നത്. പിന്നെ ഇപ്പോൾ വീട്ടിൽ സമയമില്ലാത്ത കാരണം അവർ പലരും വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ലൊരു സംഖ്യയാണ് ഇപ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഫലപ്രദമായിക്കൊള്ളണമെന്നില്ലേ. പക്ഷേ ഇവിടെ നമുക്കത് ഫലപ്രദമാവണേനും ഈ സാമ്പത്തികമായിട്ടുള്ള മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെറിയൊരു പൈസയാണ് ഞങ്ങൾ വാങ്ങുന്നുള്ളൂ. പിന്നെ ഇതിൽ എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ എന്താണ് പണ്ട് ഇക്കാലത്ത് നമുക്ക് 1-2 കുട്ടികളൊക്കെയാണ് സാധാരണ ഉള്ളൂ. പ്രസവത്തിൽ 1-2 കുട്ടികളാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്. പക്ഷെ പണ്ട് കാലത്ത് 10 വരെ ഉള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് അതിനുള്ള ആരോഗ്യം സംരക്ഷിക്കാനുള്ള മരുന്നുകളും അതിനുള്ള റെസ്റ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതിനുള്ളൊരു അവയർനെസ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ ബലമായിട്ട് അവർക്ക് ഈ ചികിത്സയുടെ ടൈമിൽ ചികിത്സ ചെയ്യാത്തവർക്ക് അതിന് ശേഷം കാൽസ്യത്തിൻ്റെയും മറ്റ് ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവാം, ഹോർമോൺസിൻ്റെ ബാലൻസുകളുടെ പ്രശ്നങ്ങളുണ്ടാവാം. അത് വേറെ രോഗങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം, ഈ കൃത്യമായിട്ട് ചികിത്സിക്കാത്തവർക്കാണ് സ്ത്രീകളിലാണ് അധികം ഈ തേയ്മാന രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അവർ അമിതവണ്ണം ചിലവരിൽ കാണാറുണ്ട്. ഹോർമോൺ ബാലൻസ് തെറ്റിയിട്ടാണ് അത്. തൈറോയിഡ്, ചിലവർക്ക് തന്നെ പ്രസവത്തിനോടനുബന്ധിച്ച് ഷുഗർ പോലുള്ളത്, അത് കൃത്യമായിട്ടുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെയ്യാത്ത കാരണമാണ്. ഇപ്പോൾ അലോപ്പതി കുറ്റം പറയല്ല, അവർ ലൈഫ് സ്റ്റൈലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കാരണം അവർ മരുന്നിലും ബാക്കിയുള്ള കാര്യങ്ങളിലും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷെ ആയുർവേദം ഒരു ഹോളിസ്റ്റിക് സയൻസ് ആയ കാരണം ഇതിനെ എല്ലാറ്റിനും കവർ ചെയ്യും. അത് ആഹാര വിഹാരങ്ങളിലുള്ള സമ്പൂർണമായുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അത് ശ്രദ്ധിക്കുന്ന കാരണം ഇത്തരം രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ പല ആൾക്കാരും ഇതറിയാതെ ഇതിൽ ഇൻഡൽജ് ചെയ്യുന്ന കാരണം, ചികിത്സ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാരണം ഇത്തരം രോഗങ്ങൾക്ക് അടിമയാവുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ഗവേഷണമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഗവേഷണം ചെയ്താൽ അതിൻ്റെ ഒരു ഉത്തരം ഭയാനകമായിരിക്കും. നെടുങ്ങോട്ടൂരുള്ള ജീവനം ചികിത്സാ കേന്ദ്രത്തിൽ നിങ്ങൾ എന്തൊക്കെ ചികിത്സകളാണ് നൽകുന്നത്? അവിടെ എന്തൊക്കെ സൗകര്യമാണ് രോഗികൾക്കായി നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ജീവനത്തിൽ ഇവിടെ പ്രധാനമായി സന്ദർശിക്കാൻ നിങ്ങൾക്കറിയാം, വളരെ കാം ആൻഡ് ക്വയറ്റായുള്ള സ്ഥലമാണ്. ഇത് ഇങ്ങനൊരു സ്ഥലത്ത് വളരെ ധൃതി വെച്ചുള്ളൊരു ചികിത്സാ രീതിയല്ല ആയുർവേദം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം തനിയെ കുറയും. കൂടാതെ നമ്മൾ ഇവിടെ പ്രത്യേകിച്ചുള്ള വാതരോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട് ഇവിടെ. ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങൾ 10 വർഷത്തിലോ അധികം ഈ ചികിത്സാ രംഗത്തുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാവീണ്യത്തോട് കൂടിയിട്ട് ഇത്തരം രോഗങ്ങൾ, വാതരോഗങ്ങൾ, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ, പ്രസവാനന്തര ചികിത്സകൾ, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇവിടെ പ്രധാനമായും പഞ്ചകർമ്മ ചികിത്സകൾ, ശരീരം ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും, വമനം, വിരേചനം, നസ്യം, കഷായവസ്തി, സ്നേഹവസ്തി മുതലായുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ സ്റ്റാഫുകളും അവർ കൃത്യമായി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ പ്രസവാനന്തര ശുശ്രൂഷകൾ ചെയ്യാനുള്ള സ്റ്റാഫുകൾ, ഡോക്ടർമാരും ഇവിടെ ഉണ്ട്. കോസ്മെറ്റോളജി, യോഗ സെഷൻ, ഇതിനുള്ള പ്രാവീണ്യം ഞങ്ങളുടെ രേഷ്മ ഡോക്ടർക്കുണ്ട്. കൂടാതെ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അജീഷ, ഡോക്ടർ സജീവ് എന്നിവരൊക്കെ ഇവിടെ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഡോക്ടർ രേഷ്മ, ഇവിടെ ജീവനം നെടുങ്ങോട്ടൂർ വർക്ക് ചെയ്യുന്ന ഡോക്ടർ രേഷ്മ, യോഗയിൽ TTC കഴിഞ്ഞതാണല്ലോ. അപ്പോൾ താങ്കളുടെ ഈ യോഗയിലുള്ള അറിവ്
സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രോഗികൾക്ക് ഏതൊക്കെ രീതിയിൽ ഫലപ്രദമാക്കാനാണ് താങ്കൾ ആലോചിക്കുന്നത്? ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ജോലി സംബന്ധമായിട്ടും ഒരു വ്യായാമം ആഹാരപ്രദമായാലും ശരി വ്യായാമപ്രദമായാലും ഒരു ഇതുമില്ല. എല്ലാവരും ജോലി ചെയ്യുന്നു, വീട്ടിലേക്ക് വരുന്നു, കിടന്നുറങ്ങുന്നു, അങ്ങനെ ഒരു ഡയറ്റ് മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നാം ശീലിക്കേണ്ടതാണ് യോഗ. അത് നമ്മുടെ മനസ്സിനും ശരീരത്തെയും ഒന്നാക്കാൻ കഴിയുന്നതാണ് യോഗ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ അതിന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അതാണ് യോഗ എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തപ്പെടുത്താനും ഏകീകൃതപ്പെടുത്താനും ശരീരത്തെ നമ്മോടൊപ്പം വഴങ്ങാനും ഈ യോഗയ്ക്ക് സാധിക്കുന്നു. അത് ഒരു രോഗിക്ക് എന്ന് മാത്രമല്ല സാധാരണക്കാരായ ആർക്ക് വേണമെങ്കിലും അത് നിത്യം പരിശീലിക്കാവുന്നതാണ്. രോഗവിമുക്തി, രോഗപ്രതിരോധം എന്ന നിലയിലും യോഗ നമുക്ക് അഭ്യസിക്കാം. ഗർഭകാലത്ത് വേണമെങ്കിലും യോഗ അഭ്യസിക്കാം. അങ്ങനെ അഭ്യസിക്കാവുന്ന പല യോഗകളും ഇന്ന് നാം പരിശീലിപ്പിച്ച് വരുന്നുണ്ട്. കൂടാതെ ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രമേഹത്തിൽ കണ്ടുവരുന്ന കാല് തരിപ്പ് അങ്ങനെയുള്ള ഇതിനും നമുക്ക് യോഗ പരിശീലിപ്പിക്കാവുന്നതാണ്. കൂടാതെ രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങൾ, ഇപ്പം ഏറ്റവും പെൺകുട്ടികൾ കണ്ടുവരുന്ന PCOD പോലുള്ള രോഗങ്ങളിൽ അമിതവണ്ണമാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കും നമുക്ക് ദൈനംദിനമായി യോഗ പരിശീലിച്ച് അവരുടെ ശരീരഭാരം കുറച്ച് നിയന്ത്രിച്ച് മറ്റു ദൂഷ്യഫലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതെ ആ രോഗത്തെ നിയന്ത്രിക്കാനും യോഗ വഴി സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ നേരിടുന്ന പല മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കും ടെൻഷനും ജോലി സംബന്ധമായ എല്ലാ ടെൻഷനും നമുക്ക് പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസുകളും നല്ലതാണ്. അതെല്ലാം നാം ഇവിടെ ജീവനം ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ പരിശീലനം കൊടുക്കുന്നു. അങ്ങനെ ഈ പുതുവത്സരത്തിൽ ഒരുപാട് ആരോഗ്യപരമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയതിനും കുറേ കാര്യങ്ങൾ അറിവുകൾ പങ്കുവെച്ചതിനും ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനും ഡോക്ടർ സജീവൻ സാറിനും അജീഷ മാഡത്തിനും പിന്നെ ഈ ഇതിനൊരു അവസരം ഒരുക്കി തന്ന ലാസ മീഡിയയ്ക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു.